കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നിട്ടുള്ള ഒരു ഘട്ടം നമുക്കറിയാം. അതിനു മുമ്പ് തന്നെ കെ സുധാകരനും അതുപോലെ തന്നെ VD സതീശനും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കെ സുധാകരൻ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ട് ഞാൻ ആദ്യം സംസാരിക്കും എന്ന് പറയുന്ന ഒരു രംഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം സംസാരിക്കുമെന്ന് VD സതീശനും പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഞാനല്ല ആദ്യം സംസാരിക്കണം, ഞാൻ തുടങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തരാം എന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ടിട്ട് ഇഷ്ടപ്പെടാതിരുന്ന അത് പറ്റില്ല ഞാൻ സംസാരിക്കുമെന്ന് VD സതീശൻ പറയുകയും പിന്നെ അത് കേൾക്കാതിരുന്നപ്പോൾ മൈക്കൊക്കെ കൂടി VD സതീശൻ നേരെ കെ സുധാകരൻ്റെ മുഖത്തേക്ക് തള്ളി വെക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തള്ളി വെച്ചു എന്നുള്ളത് മാത്രമല്ല, അന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിന്നെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ, അതായത് നാഷണൽ മാധ്യമത്തിൽ ഒരാൾ വന്നൊരു ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സതീശൻ്റെ മുഖത്തേക്ക് ദയനീയമായി കെ സുധാകരൻ നോക്കുമ്പോൾ താൻ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ആക്ഷൻ കാണിക്കുകയും സതീശൻ അവിടെ മിണ്ടാതിരിക്കുകയും പ്രസിഡന്റിനോടാണ് ചോദ്യമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയും അങ്ങനെ ഒരു പണി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൂടാതെ ഈ മൈ എവിടെ പോയി കിടക്കണേന്ന് എന്ന് ചോദിക്കുകയും, അതായത് ഒരു പത്രസമ്മേളനത്തിന് ഇവർ രണ്ടുപേരും കൂടിയുള്ള ജാഥയാണ്, സമരാഗ്നി എന്ന് പറഞ്ഞിട്ടൊരു ജാഥ നടത്താൻ വേണ്ടി തീരുമാനിക്കും. ആ സമരാഗ്നി എന്ന് പറഞ്ഞ ജാഥയിൽ പത്രസമ്മേളനത്തിന് ഇദ്ദേഹം വന്നിരിക്കുമ്പോൾ VD സതീശൻ ഒരു ചെസ് കളി ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്ന് പറയും. ഈ മൈ എവിടെ പോയി കിടക്കണേ, ഇത് കുറേ നേരമായല്ലോ ഇവിടെ ഇവരൊക്കെ വന്നിരിക്കണേന്ന് അറിയില്ലേ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തൊക്കെ തന്നെ നമ്മളുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അനാരോഗ്യമൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പതുക്കെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ അന്ന് തന്നെ കെ സുധാകരനെ മാറ്റിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് കെ സുധാകരന് വലിയൊരു വിമിഷ്ടമുണ്ടാക്കുന്ന കാര്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായിയായിരുന്ന സണ്ണി വക്കീലിനെയാണ്, അതായത് സണ്ണി ജോസഫ് സാറിനെയാണ് KPCC പ്രസിഡൻ്റായി കൊണ്ടുവന്നത്. അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, എല്ലാവരോടും വളരെ മര്യാദക്ക് പെരുമാറുന്ന, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെയാണ് KPCC പ്രസിഡൻ്റാക്കി കൊണ്ടുവന്നത്. അപ്പോൾ KPCC പ്രസിഡൻ്റായി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ തൻ്റെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും ആളുകൾ അദ്ദേഹത്തെ അത്ര ഗൗരവത്തോടെ കണ്ടിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം കാര്യപ്രാപ്തിയുള്ള, കാര്യക്ഷമതയുള്ള ഒരാളാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ഉടനെ തന്നെ മിക്കവാറും മാറ്റാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മോശമായതുകൊണ്ട് മാത്രമല്ല, KPCCയുടെ ഇദ്ദേഹത്തെ വെക്കുമ്പോൾ തന്നെ അന്ന് തന്നെ സ്ഥാനാർത്ഥിയായി ഏതാണ്ട് KPCC പ്രസിഡന്റ് ആകും എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ, സണ്ണി ജോസഫിനേക്കാൾ കൂടുതൽ പരിഗണനയുണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ ആൻറ്റോ ആൻ്റണിയോ അല്ലെങ്കിൽ ബെന്നി ബെഹനാനോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ആൻറ്റോ ആൻ്റണിയും ബെന്നി ബെഹനാനെയും അല്ലെങ്കിൽ സണ്ണി ജോസഫിനെയൊക്കെ പരിഗണിച്ചതിൻ്റെ ഒരു കാരണം ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ തന്നെ KPCC പ്രസിഡന്റായി വരണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും ഒടുവിൽ സണ്ണി ജോസഫിന് നറുക്ക് വീഴുകയും അദ്ദേഹം KPCC പ്രസിഡന്റായി തുടരുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം നമുക്കറിയാം പേരാവൂരിൽ നിന്ന് KK ശൈലജയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം MLA ആണ്. അപ്പോൾ അദ്ദേഹത്തെ 100% ഉറപ്പായും തന്നെ ഇത്തവണ മന്ത്രിസഭയിലേക്ക് എടുക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മന്ത്രിസഭ എന്ന് വരുമെന്ന് അറിയില്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ട് വേണം മന്ത്രിസഭയിലെ മന്ത്രിമാരാരൊക്കെയാണെന്ന് തീരുമാനിക്കാൻ. അതിൻ്റെ ഇടയിൽ എത്ര നാൾ നീളുമെന്ന് അറിയില്ല. പക്ഷേ എന്താണെങ്കിലും ശരി, സണ്ണി ജോസഫ് സാറിനെ ഒരു വലിയ പോർട്ട്ഫോളിയോ കൊടുത്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിലേക്ക് എടുക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനവും കൂടി വഹിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വഹിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പകരം മറ്റാരെങ്കിലും തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ തീരുമാനിക്കുമ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ്, അതുപോലെ PC വിശ്വനാഥ് വൈസ് പ്രസിഡൻ്റാണ്. പക്ഷേ PC വിശ്വനാഥിനെയൊക്കെ മന്ത്രിസഭയിലേക്ക് എടുക്കാനാണ് വഴി. അപ്പോൾ ഷാഫി ആകുമെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് A ഗ്രൂപ്പിൻ്റെ ബെന്നി ബെഹനാനാണ്. ബെന്നി ബെഹനാനെയൊക്കെ പറഞ്ഞാലും നിൽക്കുന്ന 5-10ഓളം MLAമാരുണ്ട്. അപ്പോൾ അദ്ദേഹവും അതുപോലെ തന്നെ KC വേണുഗോപാലുമായിട്ടൊരു യോജിപ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇത്തവണ സണ്ണി ജോസഫിനെ മാറ്റുമ്പോൾ ബെന്നി ബെഹനാന് കൂടി അത്തരത്തിലുള്ളൊരു പദവികൾ കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ രണ്ട് മാറ്റങ്ങൾ വളരെ കൃത്യമായി കോൺഗ്രസിൽ ഉണ്ടാക്കാൻ പോകുന്നു. ഒന്ന്, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സണ്ണി ജോസഫ് മാറുകയും അദ്ദേഹം ഒരു വലിയ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ മന്ത്രിസഭയിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളത് 100% തന്നെ ഉറപ്പാണ്. അപ്പോൾ ആ ഒഴിവിലേക്ക് വളരെ നാളായി A ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടിരുന്ന വലിയ പ്രമുഖനായിട്ടുള്ള സംഘാടകനായിട്ടുള്ള കേരളത്തിലെ ചാലക്കുടിയിൽ നിന്നുള്ള MP ആയിട്ടുള്ള വലിയ സംഘാടന പാഠവും നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ള A ഗ്രൂപ്പിൻ്റെ ബെന്നി ബെഹനാൻ കൂടി എത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ തന്നെ ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ എത്തിയതാണ്. അദ്ദേഹത്തെ തന്നെ ആക്കും എന്നേതാണ്ട് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിലാണ് അദ്ദേഹത്തിൻ്റെ ജാതിയും മതവുമായിട്ടുള്ള ജാതിയുടെ കീഴിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടിട്ട് അത് വേണ്ട എന്ന് വെച്ചത്. പക്ഷെ അന്ന് ബെന്നി ബെഹനാൻ എടുത്ത നിലപാട്, എനിക്ക് ജാതിയും മതത്തിൻ്റെ പരിഗണനയിൽ എനിക്കൊരിക്കലും KPCC പ്രസിഡന്റ് ആകണ്ട എന്നൊരു നിലപാട് കൂടി അദ്ദേഹം എടുത്തിരുന്നു. പക്ഷേ ഇപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഷാഫി പറമ്പിലാകുമോ ബെന്നി ബെഹനാൻ ആകുമോ എന്നൊക്കെയുള്ള
സംശയങ്ങളുണ്ട്. പക്ഷെ മിക്കവാറും അത് ബെന്നി ബെഹനാൻ തന്നെ ആകാനാണ് സാധ്യത. അങ്ങനെ പുതിയ KPCC പ്രസിഡന്റ് വരുന്നു, അത് ബെന്നി ബെഹനാനാണ്. കൂടാതെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന പേരാവൂർ MLA മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഒരു വലിയ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രാധാന്യമുള്ള വകുപ്പ് തന്നെ അദ്ദേഹത്തിന് കിട്ടാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇനി ബെന്നി ബെഹനാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ KPCCയുടെ പ്രസിഡന്റായി അതിനെ നയിക്കുക എന്ന് പറയുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തം കൂടിയാണുള്ളത്. കൂടാതെ 2029 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ വെല്ലുവിളികളാണ് ഈ ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ KPCCയെയും ഒക്കെ തന്നെ കാത്തിരിക്കുന്നത്. അത് വളരെ സ്തുത്യർഹമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു കരങ്ങളാണ് ബെന്നി ബെഹനാൻ്റെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരാനാണ് എല്ലാ സാധ്യതകളും. ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ചാനലിൻ്റെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് താല്പര്യമുള്ളവർ കേട്ടാൽ മതി. അതുകൊണ്ടാണ് അത് ആദ്യമേ തന്നെ പറഞ്ഞത്. നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂട്യൂബ് നൽകുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ലെവൽ 1 179 രൂപയാണ്, ലെവൽ 2 359 രൂപയാണ്, ലെവൽ 3 799 രൂപയാണ്. അങ്ങനെ കൂടിയ ലെവലുകൾ മുകളിലേക്ക് കൊണ്ടുക്കേണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിലുള്ള മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള പെർക്സോ ബെനിഫിറ്റുകളോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഏതാനും ചില വീഡിയോകളൊക്കെ തന്നെ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വലിയ ബെനിഫിറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ ഇതുപോലെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇതൊക്കെ മന്ത്ലിയുള്ള സബ്സ്ക്രിപ്ഷൻസ് ആണ്, മെമ്പർഷിപ്പാണ്. അതല്ല, നിങ്ങൾക്ക് നമ്മളെ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, കുറച്ചുകൂടി വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും കൂടി ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ അറിയിക്കട്ടെ. ഈ ചാനൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് വലിയ എക്സ്പെൻസ് ഉണ്ട്, വലിയ ചിലവുകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അത്തരം കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാൻ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ നമ്മൾ ചോദിക്കുന്നത്. പിന്നെ ഇത് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ വരുമാനത്തിന് വേണ്ടി കൂടിയില്ല. ഈ രാജ്യത്ത്, കേരളത്തിലുമൊക്കെ തന്നെ പലപ്പോഴും അജണ്ടകൾ വെച്ചുള്ള മാധ്യമ പ്രവർത്തനമല്ലാതെ സത്യസന്ധമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം കൂടി വേണം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. താല്പര്യമുള്ളവർക്കും ചെയ്യാൻ മനസ്സുള്ളവർക്കും മാത്രം ചെയ്താൽ മതി. അല്ലാതെയുള്ള ആളുകൾ, അത് കഴിയാത്ത ആളുകളും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിരവധി പേർ ഇപ്പോൾ ഇതിനകം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി. ഇനി എടുക്കാത്ത ആളുകളാണെങ്കിലും വീഡിയോകൾ കണ്ടുകൊണ്ടും താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്.